എങ്ങനെ കാണുന്നു വിജയം? വളരെ സന്തോഷത്തോടു കൂടി വിജയത്തെ കാണുന്നു. ഒറ്റക്കലിൻ്റെ പൊതുസമൂഹം വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിയെ ഭരണം ഏൽപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി കാണുകയാണ്. ഇവിടുത്തെ CPM-ൻ്റെ അധപതനം, രാഷ്ട്രീയപരമായിട്ടുള്ള പതനമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നവർക്ക് മനസ്സിലാവും. 2-3 വാർഡുകളിലെ ഫലം പരിശോധിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവും. CPM-ൻ്റെയും SDPIയുടെയും കൂട്ടുകെട്ടിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗ് പാർട്ടി കൃത്യമായിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തിയത് അത് ശരിയാണെന്ന് തെളിയിച്ചു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. CPM-ൻ്റെ സ്ഥാനാർത്ഥിക്ക് 3-ാം വാർഡ് കിട്ടിയത് വെറും 4 വോട്ടാണ്. SDPI സ്ഥാനാർത്ഥിക്കാണ് ബാക്കി കിട്ടിയ വോട്ടുകൾ കിട്ടിയിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ 2-ാം വാർഡിലും SDPI CPM കൂട്ടുകെട്ട് വളരെയധികം ജനങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളിയെന്ന് മാത്രമല്ല, CPM-ന് മറ്റു വാർഡുകളിൽ പോലും ഇവിടുത്തെ പൊതുസമൂഹം ഈ കൂട്ടുകെട്ടിനെ, ഈ വർഗീയ മാർക്സിസ്റ്റ് വർഗീയ കൂട്ടുകെട്ടിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ്. അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ളത് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് സ്വന്തം വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത്? എൻ്റെ വോട്ടർമാർ എൻ്റെ കൂടെ, എൻ്റെ വാർഡിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ എന്നിൽ വിശ്വാസം അർപ്പിച്ചു എന്നത് വളരെ സന്തോഷത്തോടു കൂടി കാണുകയാണ്. അവരുടെ കൂടെ ഈ 5 വർഷവും തുടർന്നും കഴിഞ്ഞ കാലങ്ങളെ പോലെ ഞാൻ ഉണ്ടാകും. അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ച് ഞാൻ മുന്നോട്ട് പോകും. അവരുമായി ആലോചിച്ച് ഭാവി പരിപാടികൾ, വികസന കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങളുണ്ടാവും. 6 സീറ്റിലൊതുക്കാൻ എന്ത് തന്ത്രങ്ങളാണ് UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മെനഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കോട്ടക്കലിൻ്റെ പൊതുസമൂഹം മുസ്ലിം ലീഗിലും ഐക്യജനാധിപത്യ മുന്നണിയിലും വിശ്വാസം അർപ്പിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് കാരണം കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇവിടെ മുസ്ലിം ലീഗ് ഭരിക്കുകയാണ് അല്ലെങ്കിൽ UDF ഭരിക്കുകയാണ് എന്നുള്ള പരാതിയാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആളുകളോട് പറഞ്ഞത്. പക്ഷേ ആളുകൾ അതിനെ തള്ളി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും കോട്ടക്കൽ നഗരസഭ ഭരിക്കും, അല്ലെങ്കിൽ കോട്ടക്കൽ പഞ്ചായത്തായ കാലം മുതൽ ഇതുവരെ ഭരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് ആളുകൾ അതിനെ ആളുകൾ അത് വിലയിരുത്തിയിട്ടുണ്ട്. ഭരണത്തെ വിലയിരുത്തി അവർക്ക് അതിന് വേണ്ട, ആളുകൾക്ക് വേണ്ട എല്ലാ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭരണസമിതിയിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ടും അതിൽ ബോധ്യമാവുന്നത്. കോട്ടക്കലിൻ്റെ പൊതുസമൂഹം മുസ്ലിം ലീഗിലും ഐക്യജനാധിപത്യ മുന്നണിയിലും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. CPM-ൻ്റെ ഈ കപട മതേതരത്വം അവർ പുച്ഛിച്ചു തള്ളി, വർഗീയ ഫാസിസ്റ്റുകളുമായുള്ള കൂട്ടുകെട്ട് അവർ പുച്ഛിച്ചു തള്ളി, അവരതിനെ അംഗീകരിക്കണില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. നല്ലൊരു UDF തരംഗം, നല്ലൊരു കാറ്റാണ് വീശിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തവണ കല്ലട വാർഡിലെ വിജയം എങ്ങനെ നോക്കിക്കാണുന്നു? ശരിക്കും അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമായിട്ടാണ് അതിനെ കാണുന്നത്. രാഷ്ട്രീയപരമായിട്ട് അതിനെ നോക്കിക്കാണുകയാണെങ്കിൽ അവിടെ UDF-ന്റെ വിജയമായിട്ട് കാണാൻ സാധിക്കും. എന്താണ് വരുന്ന 5 വർഷം നഗരസഭ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? 100% ആളുകളുടെ കൂടെ, ഈ കോട്ടക്കലിന്റെ പൊതുസമൂഹ ജനങ്ങളുടെ കൂടെ അവർക്ക് വേണ്ട, അതായത് കോട്ടക്കലിന് വേണ്ട വികസനം, അതോടൊപ്പം തന്നെ പൊതു ആളുകൾക്ക് വേണ്ട വ്യക്തിഗതമായിട്ടുള്ള വികസന കാര്യങ്ങളും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതായത് ഇവിടുത്തെ വികസനങ്ങൾ പൂർണ്ണതയിൽ എത്തൂല്ലോ, കാലാകാലങ്ങൾ വികസനം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ വികസനങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കും. അതിനെക്കുറിച്ച് ഇവിടുത്തെ മുഴുവൻ ആളുകളുമായിട്ട് ഇരുന്ന് സംസാരിക്കും. പുതിയ ഭരണസമിതി വരുമ്പോൾ കുറേ ആയിട്ട് പാർട്ടിയുമായിട്ട് UDF ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൂടി ആലോചിച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകും. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കോട്ടക്കൽ നഗരസഭയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം 735 വോട്ടിൻ്റെ ഭൂരിപക്ഷം. എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്? എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും ഞാൻ 1000 നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. എന്താണ് ഇനി മത്സരിക്കുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും. എന്താണ് വാർഡിൽ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രവർത്തനം? ഞാൻ കഴിഞ്ഞ കൗൺസിലർ ഇറങ്ങിവെച്ച വികസനത്തിൻ്റെ തുടർച്ച, അതിൻ്റെ തുടർച്ചയാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. ഒരുപാട് പ്രത്യാരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, അങ്ങനല്ല, സൗഹൃദപരമായിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. ഓക്കെ, എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ലീഗിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള
കൂട്ടായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ UDF-ൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമാണിത്. ഇത്രയും ഭൂരിപക്ഷത്തിൽ എനിക്ക് വിജയിക്കാം. ഓക്കെ. അങ്ങനെ കോൺഗ്രസിന് കോട്ടക്കൽ നഗരസഭയിൽ ഒരു ചെയർ എത്തിയിരിക്കുന്നു മങ്ങാട അബ്ദുലിലൂടെ. എന്ത് പറയുന്നു അവിടുത്തെ വോട്ടർമാരോട്? വാർഡിലെ വോട്ടർമാരോട് ഒരുപാട് കടപ്പാടുണ്ട്. ഒരുപാട് കള്ളപ്രചരണങ്ങൾക്ക് ആ വാർഡിലെ വോട്ടർമാർ നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ജനാധിപത്യ വിശ്വസിക്കുന്നവരെല്ലാവരും എൻ്റെ കൂടെ നിന്നു. ഇനി 5 വർഷം ആ നാടിന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്തവർക്കും എനിക്കെതിരെ വോട്ട് ചെയ്തവർക്കും ഞാനുണ്ടാകും. അതാണ് മധുര പ്രതികാരം. അതാണ് പ്രതികാരം. എനിക്ക് വോട്ട് ചെയ്തവർക്കും എനിക്ക് എതിരെ പ്രവർത്തിച്ചവരുടെയും കൗൺസിലറായിട്ട് ഞാൻ നാട്ടിലുണ്ടാവും. ആ വാർഡിലെ ഒരാളും എന്നെ തെരഞ്ഞു വരേണ്ടി വരില്ല. ഞാൻ അവരെ തേടി ചെല്ലും. അതിന് മാത്രമാണ് എനിക്ക് എൻ്റെ വാർഡിലെ ജനങ്ങളോട് പറയുന്നത്. ഒരു സ്ഥിരം സമിതി അധ്യക്ഷൻ എന്ന ചെയർ 100% ഉറപ്പാണ്. സ്വാഭാവികമായിട്ട് കൗൺസിലർ ഉപരി ഒരു ഉയർന്ന സ്ഥാനം കൂടി കിട്ടുമ്പോൾ ആ നാട്ടിലേക്ക് കൂടുതൽ വികസനം കൊണ്ടുവരുന്ന ആ പ്രാധാന്യം നൽകുന്നത് ഏതിലായിരിക്കും? ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. ആ ചോദ്യത്തിന് എൻ്റെ മുന്നണിയാണ് മറുപടി പറയേണ്ടത്. എൻ്റെ മുന്നണി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ ഞങ്ങൾ ആ നാട്ടിലെ വോട്ടർമാർ, ഞാൻ ഒരാളല്ല, ഞങ്ങളൊരു സമൂഹമാണ്. ആ സമൂഹം ഇത് നോക്കിക്കാണും. എത്ര ഭൂരിപക്ഷമുണ്ട് ഇപ്പോൾ? ഭൂരിപക്ഷം 80 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടക്കൽ നഗരസഭനകത്ത് ഞാൻ ഉണ്ടാവുന്നു. ആ വാക്ക് എൻ്റെ ജനങ്ങളോട്, എൻ്റെ വാർഡിലെ ജനങ്ങളിലുള്ള എൻ്റെ വിശ്വാസമായിരുന്നു. അത് ഇപ്പോൾ പ്രാവർത്തികമായി എന്ന് ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളോടാണ് അതിന് കടപ്പെട്ടിരിക്കുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓക്കെ. ശക്തമായ മത്സരം. വിജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നന്നായിട്ട്. കാരണം വാർഡിലെ എല്ലാ ജനങ്ങളും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരും ഏത് സമയം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ജനങ്ങളുടെ നല്ല പിന്തുണയുണ്ടായിരുന്നു. അപ്പം വിജയിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? സന്തോഷം. റിസൾട്ട് വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ. എന്താണ് ഇനി ആ വാർഡില് ആദ്യം നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വാർഡിലെ ഒരുവിധം പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഗോപേട്ടൻ്റെ തുടർച്ചയായിട്ടാണ്. BJP ഭരിക്കുന്ന വാർഡായിരുന്നു ഇത്രയും ഒരു 3 ഇതായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായി പിടിച്ചെടുത്ത വാർഡ് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. NDA ആയിരുന്നു ഇത്രയും ഈ ഒരു ഇതിൽ 3 പ്രാവശ്യമായിട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചു. മനസ്സിലായി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിക്കുമ്പോൾ ഒരുപാട് ആരോപണങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് മനസ്സിൽ ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നിയത്? മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആരോപണങ്ങൾ കേട്ടിട്ടില്ല അത്രയ്ക്കും. പക്ഷേ എന്നാലും നല്ല ശക്തമായ സ്ഥാനാർത്ഥികളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അത് മറികടക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഒപ്പം നമ്മുടെ എല്ലാ പ്രവർത്തകരും നിന്നു. കൂട്ടത്തിൽ നമ്മുടെ വോട്ടർമാരും നന്നായിട്ട് സഹകരിച്ചു. BJPയിലെ ഒരു NDAയുടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഇത്തവണയും നിലനിർത്താൻ കഴിയുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. കോട്ടക്കൽ 2 വാർഡും ഉണ്ടായിരുന്നു. ആ 2 വാർഡും ഇത്തവണയും NDA നിലനിർത്തി. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.